സകലതും ഇപ്പൊ തമ്മിൽ തല്ലി തലതെറിച്ച് വീഴൂല്ലോ എന്റെ ഭഗവതി. ജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പൊ അതായത് വിലക്കയറ്റം ഒഴിവാക്കും എന്ന് പറയുന്നു, എന്നിട്ട് ഇന്ധന സെസ് ഏർപ്പാടാക്കും. നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ? ഈ ഒരു കാര്യത്തെ പോലും കൃത്യമായി വിശദീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ആരോപണങ്ങൾ പറഞ്ഞു പഴകിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് പ്രതിപക്ഷം അംഗീകരിക്കും? ശത്രുവിന് കീഴടങ്ങിയ ചരിത്രം ഈ രാജകുടുംബത്തിനില്ല എന്നാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഞാനിപ്പോ ഇവരെല്ലാവരും ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയുന്നില്ല. ഇവനൊക്കെ എവിടുന്ന് വരുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ UDF സർക്കാരിന്റെ കാലയളവിലും കേരളത്തിൽ അവിടെ നിന്ന് 2016 ശേഷം നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ. ആരോ എന്നെ കുറിച്ച് നല്ലത് പറയും. വീണ്ടും വീണ്ടും കിട്ടിയ അവസരത്തിൽ എന്ത് പറയും? മുഖ്യമന്ത്രിയുടെ ജീവിത പങ്കാളി, അദ്ദേഹത്തിന്റെ മകൾ, അവരുടെ ജീവിത പങ്കാളി, അദ്ദേഹത്തിന്റെ മകൻ, അവരുടെ ജീവിത പങ്കാളിയുടെ അച്ഛൻ. അയ്യോ, ഇത് അസംബ്ലിയേക്കാൾ മോശമായല്ലോ. എത്ര കാലമായി നിങ്ങളെ കണ്ടാൽ കേരള രാഷ്ട്രീയത്തിന്റെ പുറമ്പോക്കിൽ പോലും അടുപ്പിക്കാൻ പറ്റാത്ത അത്ര അനുഭവത്തിലേക്ക് മലയാളികൾ എത്തിയത് എങ്ങനെയാണ്? അവന്റെ അഭ്യാസം ഈ ആരോമൽ ചേകവരോട് വേണ്ട എന്ന് പറഞ്ഞേക്കൂ. ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത മ്ലേച്ഛകരമായ അങ്ങേയറ്റം പരിഹാസ്യമായ സംവാദത്തിനാണ് നിങ്ങൾ നേതൃത്വമാകുന്നത്. സ്വല്പം മനസാക്ഷിയോടുകൂടി സംസാരിക്കും. നന്ദി വേണോടോ, നന്ദി. ഇതിനെയൊന്നും സംവാദം എന്ന് വിളിക്കുന്നത് ഈ ഒരു ഡിബേറ്റിൽ വന്നിരിക്കുന്ന എന്റെ മാന്യത കൊണ്ടാണ്. മാന്യതയോ? നിനക്കുള്ളത് എന്റെ മര്യാദ കൊണ്ടാണ്. എന്താ ചിരിക്കുന്നത്? വിവരവും വിദ്യാഭ്യാസവും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല എന്നത് വിദ്യാഭ്യാസമുള്ള എന്റെ കാര്യം കണക്കിലെടുക്കണ്ടേ? പുറത്തിറങ്ങി ജനങ്ങളോട് പറഞ്ഞാൽ ഇതായിരിക്കില്ല സ്ഥിതി. അത് അങ്ങേക്ക് അറിയാമല്ലോ. അവരുടെ പോവാൻ പറ. അപ്പോ ഇനിയെങ്കിലും വൃത്തിയുള്ള രാഷ്ട്രീയ സംവാദങ്ങളെ സംബന്ധിച്ച് പരസ്പരം സംവദിക്കാൻ തയ്യാറാകണം. സ്വബോധമുള്ളവരായിരുന്നെങ്കിൽ പറഞ്ഞു വെക്കാമായിരുന്നു. ഇത് മുഴുവൻ വട്ടന്മാരല്ലേ? ഇങ്ങനെ വൃത്തികെട്ട നട്ടാൽ കുരുക്കാത്ത പരിഹാസ്യമായ കാര്യങ്ങൾ പറഞ്ഞ് സ്വയം നാറാനും നാണം കെടാനും എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നു? അത് ഞാൻ ഇതിലേ കേട്ടു, ഇതിലേ വിട്ടു. പോട്ടെ പോട്ടെ പോട്ടെ, സമ്മതിച്ചിരിക്കുന്നു. ആരോപണം ഉന്നയിക്കുന്നവരും ആരോപണത്തിന് മറുപടി പറയുന്നവരുമുണ്ട്. ശ്രീ ജയ്ക്ക്, എന്തുകൊണ്ട് ഇത്രയധികം രൂക്ഷമായ വിമർശനം തന്റെ കുടുംബത്തിന് നേരെ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി മിണ്ടുന്നില്ല എന്ന ആരോപണം BJPയും കോൺഗ്രസും മുന്നോട്ട് വെക്കുന്നുമുണ്ട്. എന്താ ഒന്നും മിണ്ടാത്ത? അവനിനി മിണ്ടൂല, അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാനും മറുപടി പറയാനും കഴിയുന്ന സാഹചര്യമാണ് സംവാദവേദികളിലുള്ളത്. മനസ്സിലാടാ? എന്താണോ? ഞാനല്ല. ഒരു വാചകം ഒന്ന് പറയാൻ അങ്ങ് പറയും. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? പ്രേക്ഷകർ കേൾക്കേണ്ടത്, ആ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുടെ സ്വത്ത് കണ്ടുകെട്ടാൻ BJP നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാർ കത്ത് കൊടുത്തു. വാങ്ങിച്ച കത്ത് 4 മടക്കി പോക്കറ്റിലിട്ട് പിൻവലിച്ച് ഇന്ത്യ വിരുദ്ധ ശക്തികൾക്ക് ഓശാന പാടിയവന്മാരാണ് ഇവിടെ വന്നിരുന്ന ആ പ്രതിയെ കുറിച്ച് പറയുന്നത്. പോകുമ്പോ ഒന്ന് പറഞ്ഞേക്കണം, എന്റെ വായന്തലങ്ങനെ പുറത്ത് കിടക്കാം, ഒന്ന് ഉറങ്ങണം. എന്തൊരു തരിപ്പ്. ഈ മുഖ്യമന്ത്രി കണ്ണൂരിൽ അന്നത്തെ മുഖ്യമന്ത്രി ആക്രമിക്കപ്പെട്ട കേസ് ഇന്നലെയും ഇന്നൊക്കെയായി കണ്ണൂരിൽ വിചാരണ നേരിടുകയാണ്. നിങ്ങളുടെ 2 മുൻ MLA-മാർ അടക്കമുള്ള 114 പ്രതികളാണ് ആ കേസിലുള്ളത്. ഏത് കണ്ണിൽ ചോരയില്ലാത്തവന് ഈ കൊടുംചതി ചെയ്തത്? യൂത്ത് കോൺഗ്രസ് നേതാവ് സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം പല സംവാദത്തിൽ ആവർത്തിക്കപ്പെട്ടതുപോലെ രാത്രി ഉറക്കമില്ലേ, കേട്ടില്ല എന്ന് വെച്ച് കിടന്നു. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായി നമ്മളുടെ നാട്ടിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തു വന്നിട്ടുള്ള ഈ കേസിലെ പ്രതിയുടെ വാചകങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ട്. ഈ കേസിൽ സ്വർണം കടത്തിയില്ലേ, പണം കടത്തിയില്ലേ, ഇതായിരുന്നില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്തത്? അങ്ങ് ചോദിച്ചു, എവിടെയാണ് തെളിവ്? ഒരിക്കലും ഇല്ലടാ. സമാധാനത്തോടെ തിരിഞ്ഞടക്കടാ. ഏതാണ് കേസ്? കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ. കേരളത്തിലെ പ്രതിപക്ഷ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ള KPCC പ്രസിഡന്റ് ഈ പച്ചക്കള്ളങ്ങൾ ഇതേപോലെ ഇന്നലെ ആവർത്തിച്ചതാണ്. പക്ഷേ ഏത് കേസ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മറുപടി പറയാനില്ല. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് KPCC പ്രസിഡന്റ് വാർത്താ സമ്മേളനം യൂത്ത് കോൺഗ്രസ് നേതാവ് പോലും കാണാൻ കൊള്ളത്തില്ലാത്തതൊന്നാണോ? അങ്ങ് വിശദീകരിക്കുക. നിനക്കൊക്കെ 2 പോത്തിനെ മേടിച്ചിട്ട് പാടത്ത് പൂട്ടാൻ പൊക്കൂട. ഇന്ത്യയുടെ മതനിരപേക്ഷ ചേരിയുടെ പ്രതീക്ഷയായ സഖാവ് പിണറായിക്കെതിരെ കൃഷ്ണവിലാസം വലിയ വെടി ചെറിയ വെടി വെടി വഴിപാടാണല്ലേ. അക്രമമുണ്ടായാൽ പിന്നെ പറഞ്ഞു വന്നപ്പോ ഒറ്റക്കരുടെ അവസാനിപ്പിച്ചുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച പേടിച്ചു പോകുന്ന എന്നോടാ കളി. കണ്ടില്ലേ? KPCC പ്രസിഡന്റ് ആയ കാലത്ത് തോക്കും വെടിയുണ്ടയും കൊടുത്തു വിട്ടതാ കൊല്ലാൻ ആരെ? ഈ LDF കൺവീനറെ, ഈ മുഖ്യമന്ത്രിയെ. കൂടുതൽ വലിപ്പിക്കലടാ. രോമത്തെ തൊടാൻ കഴിഞ്ഞോ? നിങ്ങളുടെ KPCC പ്രസിഡന്റ് ഉണ്ടയും തോക്കും കൊടുത്തു വിട്ടിട്ട് ഇനി ഒരു 100 പേര് വന്നാലും എനിക്കൊരു പ്രശ്നമേ അല്ല. അപ്പൊ ഈ പണിയൊക്കെ നന്നായി പോയി പഠിച്ചിട്ട് വാ, നമുക്ക് നോക്കാം കേട്ടോ. യൂത്ത് കോൺഗ്രസ് നേതാവ് എന്താ
ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്ക് നിരവധി തവണ പോയിട്ടുണ്ടെന്നും അദ്ദേഹവുമായിട്ടിരുന്ന് സംസാരിച്ചിട്ടുണ്ടെന്നും ഒരു പ്രതി വെളിപ്പെടുത്തുന്നു. അന്വേഷണം നടത്തിയിട്ടില്ല. വേറൊരാളോട് ഫോൺ ചെയ്തിട്ട് പറയുന്നു മുഖ്യമന്ത്രി ബിലീവേഴ്സ് ചർച്ചിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും പണം അമേരിക്കയിലേക്ക് കടത്തിയിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. 32 തവണ വാട്സ്ആപ്പ് കോൾ വിളിക്കാൻ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കാൻ ആരാണ് MR കുമാറിനെ ചുമതലപ്പെടുത്തിയത്? ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്കൊണ്ടല്ലോ സിംലയില് നിങ്ങൾ വലിയ തള്ളി മറിച്ചുകൊണ്ട് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഹിമാചൽ പ്രദേശിൽ ഒരാളുണ്ട്, ഒരു കൗൺസിലർ ഉണ്ട്. അത് പോയി കേട്ടോ, RSS കാരന്റെ കൂടെ പോയി. ആകെ ഹിമാചൽ പ്രദേശിൽ ഒരെണ്ണം ഉണ്ടായിരുന്നത്, അതും പോയി. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ കഴിഞ്ഞ 2 ആഴ്ചയായി പ്രതിനിധികൾ വോട്ട് കൊണ്ടാ അറിയുമോ? 2 മിനിറ്റ് നിർത്തോണേ, അറിയുമോ? നിർത്തോണേ. മര്യാദക്ക് പോയില്ലടാ, ഞാൻ ഇങ്ങനെ നിങ്ങൾക്കറിയോ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് BJPക്ക് പ്രശ്നമില്ല. എന്താണെന്നറിയോ? നിങ്ങളുടെ മുഖ്യമന്ത്രിയും BJPയും തമ്മിൽ ധാരണയാണ്. അവര് വഴക്ക് പറഞ്ഞ ചെങ്ങൈമാരായില്ലേ? എപ്പോ നേരം വെളുത്ത് ഇത്രയല്ലേ ആയുള്ളൂ? ഇന്നലെ രാത്രി 10:15 വരെ ഞാൻ പിള്ളേച്ചന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുവരെ അവർ ചങ്ങാതിമാരല്ല. കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ വരുന്നില്ല. പുതിയ വെളിപ്പെടുത്തൽ വന്നിട്ട് അന്വേഷിക്കുന്ന കാര്യം എന്താ? നിങ്ങളും RSSും തമ്മിൽ അമിത്ഷായും തമ്മിൽ ധാരണയാണ്. ചായ വേണ്ട, ലെഫ്റ്റ് പോട്ടെ, റൈറ്റ് റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. പിണറായി വിജയൻ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും B ടീമാണ്, ഞങ്ങൾക്കറിയാം. പിന്നെ ഒരു കാര്യം, KPCC പ്രസിഡന്റ് EP ജയരാജനെ വിരട്ടിക്കളഞ്ഞു. അത് ജയരാജനോട് പോയി ചോദിച്ചാൽ മതി. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതൊന്നും സാരമില്ല. ഒന്ന് രഹസ്യമായിട്ട് പോയിട്ട് ഡൽഹിയിരിക്കല്ലേ, ഇടയ്ക്കത് വിളിച്ചിട്ട് ചോദിക്കണം, ജയരാജ എങ്ങനെയുണ്ട് കെ സുധാകരൻ എന്ന് ചോദിച്ചാൽ പുറകിലൊന്ന് തടവിത്തരും. ആരും കണ്ടിട്ടില്ല. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്, എനിക്കത് ക്ഷീണ. മുടി ഒന്ന് വകുത്ത് തരും കേട്ടോ, ഒന്നേ വകുത്ത് തരും. കേറി ഒന്ന് നോക്ക്. താൻ എന്താ സംബന്ധമായി പറഞ്ഞത്? താൻ എങ്ങനെയാ പുറത്തു പോവുക? വെറുതെ കുളൂസ് അടിക്കാതെടോ. ബെറ്റുണ്ടോ? പണ്ടായുണ്ടോ? കെ സുധാകരനോട് കളിച്ചാലേ എങ്ങനെ ഇരിക്കുമെന്ന് ജയരാജൻ പറഞ്ഞു തരും. സമാധാനമായി. എത്രയോ തവണ അദ്ദേഹത്തെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതും കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചതും ഒന്നും നടന്നില്ലല്ലോ. എന്താ പറഞ്ഞത് ശരിയല്ലേ? ഒരു കോടതി അദ്ദേഹത്തെ കുറ്റക്കാരായിട്ട് കണ്ടില്ലല്ലോ. ശരി, മായാന്നല്ലാതെ എന്ത് പറയാ. തലയിൽ തട്ടി ഓർമ്മയുണ്ടാകണം, അങ്ങനെ കണക്കാക്കിയാവില്ല. ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. ശ്രീ ഷഫീർ, അതൊരു വല്ലാത്ത വിശദീകരണമാണ് കേട്ടോ. ആരും കണ്ടില്ല. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.